ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ മർച്ചന്റ് നേവിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസ് കണ്ടു എടുത്ത് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാം, ക്യാപ്റ്റൻ ആവാം, 6 ഡിജിറ്റ് സാലറി, എന്താ പറയുക, ലക്ഷങ്ങൾ സാലറി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. മർച്ചന്റ് നേവിയിൽ ജോലി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം തന്നെ ഇഷ്ടംമാതിരി പിള്ളേർ, 10,000-15,000 പിള്ളേരാണ് പഠിച്ചിറങ്ങുന്നത്. അതിൻ്റെ ഒരു 10% ആൾക്കാർക്ക് പോലും ജോലി കിട്ടുന്നില്ല. ആ കിട്ടുന്നത് തന്നെ, കിട്ടുന്ന 10% ആണെങ്കിൽ പോലും അത് ഈ ഏജൻസിനും അങ്ങനെയുള്ളവർക്കും പൈസ കൊടുത്തിട്ട് അതിനും 5-6 ലക്ഷം രൂപ ഏജൻസിനെ കൊടുത്ത് അതും കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ബാക്കിയുള്ള 90% ആൾക്കാരും ഈ ഇത്രയും കാശ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട്, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ മിനിമം ഒരു 5-6 ലാക്ക് എടുക്കും. അത്രയും കൊടുത്ത് പഠിച്ചു കഴിഞ്ഞ് ആ കോഴ്സും കഴിഞ്ഞ് ജോലിയും കിട്ടാണ്ട് ഉമ്മാരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ നാട്ടിൽ വല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോയി അങ്ങനെ ജീവിക്കുന്നവരാണ്. ഞാൻ 2012 പാസ് ഔട്ട് ആയതാണ്. എന്റെ ഒപ്പം പഠിച്ചിരുന്ന 84 പിള്ളേരെ ഞങ്ങൾ പഠിച്ചിരുന്നത്, എന്റെ ബാച്ചിൽ പാസ് ഔട്ട് ആയത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ 10-15 പേര് മാത്രമാണ് ഇപ്പൊ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും, ബാക്കി ആർക്കും ജോലി കിട്ടിയിട്ടില്ല. കുറച്ച് പേരൊക്കെ ഏജൻസിന് കുറെ കാശ് കൊടുത്തു, അവന്മാർ കുറെ പറ്റിച്ചു, അങ്ങനെ കുറെ കാശ് പോയി. അവസാനം കിട്ടില്ല, ജോലി ഇല്ല, കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ ഈ ഫീൽഡിൽ വിട്ടു, വേറെ ലോറി ഓടിക്കുകയോ അങ്ങനെ വേറെ എന്തെങ്കിലും പഠിക്കുകയോ നാട്ടിലാണ് ചെയ്യുന്നത്. സോ ആരെങ്കിലും ഇതിനകത്തേക്ക് വരാനുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. മോസ്റ്റ് ഓഫ് ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഒരുപാട് പേര്, എന്നെ പരിചയമുള്ളവരും അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനെ പരിചയമുള്ളവരും അവരുടെ മക്കളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പോൾ എന്റെ അടുത്ത് വരാറുണ്ട്. ചേട്ടാ, ഞാൻ കോഴ്സ് കഴിഞ്ഞു, എനിക്ക് ജോലി കിട്ടുന്നില്ല, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. കാരണം ട്രെയിനീസിനെ, ഫ്രഷേഴ്സിനെ ഒരു കമ്പനി എടുക്കുന്നില്ല. അവർക്ക് വേണ്ട ഫ്രഷേഴ്സിനെ. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെ വേണം. എക്സ്പീരിയൻസ് വേണോ നിങ്ങൾക്ക്? എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനി പോയി സെയിൽ ചെയ്യണം. അങ്ങനെ സെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോലി കിട്ടില്ല. എന്നിട്ടുണ്ടെങ്കിൽ വല്ല ഏജൻസിനെ കാണണം. ഏജൻസിനെ കണ്ടാലും ഏജൻസിക്ക് ജോലി വരുന്നൊരു ഉറപ്പില്ല. കാരണം ഏജൻസി കൂടുതലും യൂട്ടിലൈസ് നമ്മളെ, അവർക്കും അറിയാം ഇത്ര ഇതിൽ മാത്രം പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ടെന്ന്. സോ അവരെന്ത് വെച്ചാൽ അവര് നമ്മളെ മാക്സിമം ചൂഷണം ചെയ്ത് കാശ് അടിച്ച് മാറ്റാതെ കഴിഞ്ഞാൽ അവർ ആ ഓഫീസും പൂട്ടി അവരങ്ങോട്ട് പോകും. ഒരു വിവരം ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. സോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ അതും ഇതും കണ്ടെന്ന് വെച്ചിട്ട് ചെന്ന് ചാടി കയറരുത്. വെറുതെ കാശ് കളയാം, അത്രേ ഉള്ളൂ.